ഒരു കുഞ്ഞ് റീഫ്രഷിങ് യാത്രയാണെങ്കിലും അതിൻ്റെ ഫുൾ വിശേഷങ്ങൾ പറയാം. മാളെന്നൊക്കെ പറയുമ്പോൾ എന്താ തോന്നുന്നത്, ഷോപ്പിംഗ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ പറയാം. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. സുമി എക്സ്ക്ലവേറ്ററിലൂടെ അങ്ങനെ വീൽ ചെയറിൽ കയറി. പിന്നെ ഇതാ അങ്ങോട്ട് പോയി. പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല, എന്നെ കയറാൻ സമ്മതിച്ചില്ല അവർ. അപ്പോൾ ഇത് കണ്ടോ, ഒരു തോണി ഭയങ്കര ഡെക്കറേറ്റീവായി വെച്ചിരിക്കണം. അതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി. അപ്പോൾ ആളുകൾ അതിൻ്റെ അടുത്തുനിന്ന് ഭയങ്കര പോസിങ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ അരമക്കൾ ഞങ്ങൾ സ്പേസ് ഒപ്പിച്ചു. കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്പേസ് ഒപ്പിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനത്താണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും. ഞങ്ങളിങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ സുമിമോളുടെ കണ്ണാടിയൊക്കെ ഒന്ന് സെറ്റപ്പാക്കി കൊടുത്തു മമ്മി. ഇതാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇനി കുറച്ച് ഷോപ്പിംഗ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താണ് ഷിപ്പ് തോണിയുടെ അടുത്തു നിന്നുള്ള ഫോട്ടോ നമ്മുടെ ചേച്ചി പട്ടുപാവാടയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് ഇത് വേണമെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഞങ്ങൾ ചോദിച്ചു. പക്ഷേ ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും കുറച്ച് പഴയ കാലമൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ ചേച്ചിക്ക്. പിന്നെ സുമിയും ചേച്ചിയും കൂടെ കുറേ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ സുമി ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അവൾക്ക് ഒന്നും അങ്ങോട്ട് ഇതിലും ബെസ്റ്റ് വേണം പോലും അറിയത്തില്ല. ഇവിടെ കണ്ടതൊക്കെ ഇരിക്കുന്ന കണ്ടാൽ ലുലു മാളുകാർ നമ്മളെ പൊക്കിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം അധികം ഇത് പിടിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനൊരു സീനത്തെ വേറൊരു സൈഡിലായിരുന്നു ഷൂട്ടിങ്. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. കുറച്ച് എന്താണ് ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വർത്തമാനങ്ങൾ വീണ്ടും പറയാം. ടേക്ക് കെയർ.